അനീഷ് മുഹമ്മദ് എന്ന് പറഞ്ഞ രണ്ടുപേർക്ക് കൂടി ഷെയർ ചെയ്യാം. ഓക്കെ, ഗുഡ് മോർണിംഗ് സാർ. എന്റെ ശബ്ദം ഓഡിയബിൾ അല്ലേ? ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ ഷാഫി സാർ, അടിപൊളി സെഷൻ ആയിരുന്നു. ഒരു ചായ ഈ കമ്മ്യൂണിറ്റിന്റെ ഭാഗമായ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാതെ വേറൊരു തരമില്ല. കാരണം നല്ല അടിപൊളി പ്രസന്റേഷൻ ആയിരുന്നു. വെറും ഒരു പ്രസന്റേഷൻ അല്ല, ഇത് എന്റെ ലൈഫാണ്. എന്റെ ലൈഫ് ചേഞ്ച് ആയത് എങ്ങനെയാണോ അത് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. അതന്നൊരു നല്ലൊരു ടോപ്പിക് ആക്കി അവതരിപ്പിച്ചതിൽ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യാതെ തരമില്ല. ഇതേപോലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോയ ഒരാളായിരുന്നു ഞാൻ. ഈ ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. ഷുഗർ 280 ഉണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല. പല രീതിയിലുള്ള മെത്തേഡുകളും ഡയറ്റുകളും ഫോളോ ചെയ്തു. തിരക്കിന്റെ ഇടയിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചത്. അപ്പൊ കുറച്ചു കാലം അത് മുന്നോട്ട് പോവും, ഇടക്കാലത്ത് വെച്ച് നിർത്തുകയാണ് ചെയ്യുക, ഡ്രോപ്പ് ഔട്ട് ചെയ്യും. പറഞ്ഞു തരാനോ അതിനെ ഗൈഡ് ചെയ്യാനോ എൻഡ് റിസൾട്ട് എടുക്കാനോ കൃത്യമായിട്ട് ഒരു കോച്ചിങ്ങോ ഗൈഡൻസോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ചെയ്യും, പിന്നെ അത് നിർത്തും. ഏകദേശം ഞാൻ എൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 9.5 വർഷമായിട്ട് മുംബൈയിലായിരുന്നു ബിസിനസ് ചെയ്തിരുന്നത്. പാൻ ഇന്ത്യ ലെവലിൽ തന്നെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് പല നാടുകളിലും പല സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഭക്ഷണ രീതികൾ വ്യത്യാസമാണ്, അവിടുത്തെ ജീവിതശൈലി വ്യത്യാസമാണ്. ആഗ്രഹമുണ്ട് ഉള്ളിൽ എനിക്ക് ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കണം. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കൂടുതലുള്ള ആൾക്കാരുടെ നിർബന്ധം കൊണ്ടോ കഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. പിന്നെ എന്താണ് ചെയ്യുക? അങ്ങനെയാണ് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് എത്തിപ്പെടുന്ന സമയത്ത് എൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഏകദേശം 117 കിലോ ഉണ്ടായിരുന്നു. മാത്രല്ല ഏജ് എന്ന് പറയുന്നത് 31 വയസ്സ്. ഈ സമയത്ത് പ്രത്യക്ഷത്തിൽ പുറത്ത് കാണിക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞത് ഓവർ വെയിറ്റ് തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഷുഗർ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനെ റിക്കവറി ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് സദരി കമ്മ്യൂണിറ്റിയിലാണ് എത്തപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി 5 വർഷം മുന്നേ ഈ ഫുഡ് എന്റെ കയ്യിലെത്തിയതാണ്, ന്യൂട്രീഷൻ ഫുഡ് എന്റെ കയ്യിലെത്തിയതാണ്. ആ സമയത്ത് എൻ്റെ ഒരു ബോധം എന്താ വെച്ചാൽ ഇത് വെയിറ്റ് കുറക്കുന്ന സാധനമല്ലേ, അപ്പൊ ഇതാണ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി വെയിറ്റ് കുറയും എന്നുള്ളൊരു ധാരണ, കൃത്യമായിട്ട് ഡെഫിഷ്യൻസിയാണ് കവർ ആവുന്നത് എന്നുള്ളൊരു നോളജ്, തിരിച്ചറിവുണ്ടായിരുന്നില്ല. അറിവുണ്ടായിരുന്നു പക്ഷെ തിരിച്ചറിവുണ്ടായിരുന്നില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നത് ഈ മോർണിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഓക്കെ, എന്റെ കോച്ച് കറക്റ്റ് ഇതിലേക്കാണ് കണക്ട് ചെയ്തത്. 5 വർഷം മുന്നേ എനിക്ക് അങ്ങനെ ഒരു സിസ്റ്റം കൃത്യമായിട്ട് തന്നിരുന്നില്ല. അവര് കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ മുന്നോട്ട് വന്നില്ല, എന്തോ ആയിരിക്കാം. പക്ഷെ ഈ സമയത്ത് ഞാൻ തിരിച്ചു വന്ന് ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോ, എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്ക് കൃത്യമായിട്ട് അവബോധം ഉണ്ടായി തുടങ്ങി. എന്റെ ഡെഫിഷ്യൻസികളാണ് കവർ ചെയ്യേണ്ടത്. അത് എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് ആയിട്ട് മാറുകയാണ് ചെയ്തത്. അതിന്റെ ഒരു പരിണത ഫലം എന്നോണം ഏകദേശം 7.5 മാസം കൊണ്ട് 51 കിലോ വെയിറ്റ് ലോസ് ചെയ്യാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കാര്യം ആഫ്റ്റർ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ നന്നായിരുന്നു. അതിന്റെ പരിണിത ഫലം എന്നോണം എനിക്ക് എന്റെ സ്കിന്നിനുള്ള ഇമ്പ്രൂവ്മെന്റ് ഞാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സ്കിന്നിലുള്ള ഇമ്പ്രൂവ്മെന്റ്. കാരണം സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല, എന്റെ വീട്ടിൽ എല്ലാവർക്കും അറിയാം. എന്റെ ഏറ്റവും വലിയൊരു പെയിൻ പോയിന്റ് അതായിരുന്നു. പക്ഷെ അത് എങ്ങനെയാണ് ഇതിലൂടെ പരിഹരിക്കുക? ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ വെറും ഒരു 45 സെക്കൻഡ് കൊണ്ട് ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള സാറ്റിസ്ഫാക്ഷനിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. എന്റെ റിസൾട്ട് എനിക്ക് മറ്റുള്ളവരെക്കാൾ മികച്ചതായിട്ട് കാണിക്കാൻ പറ്റുന്നതും ഈ ഒരു കാരണം കൊണ്ടാണ്. എനിവേ എനിക്ക് ഈ ഒരു നല്ലൊരു ഫുഡിനെ പരിചയപ്പെടുത്തി തന്ന, നല്ലൊരു കമ്മ്യൂണിറ്റിയെ പരിചയപ്പെടുത്തി തന്ന എന്റെ പ്രിയപ്പെട്ട കോച്ചുമാർക്ക് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ ഒരു ഏറ്റവും വലിയ വ്യത്യാസം അറിയാൻ പറ്റുന്നത്, ഇപ്പോഴും ഞാൻ ബിസിനസ്സുകാരനാണ്, കച്ചവടക്കാരനാണ്. അപ്പോ യാത്രകൾ ചെയ്യുന്ന സമയത്ത് പല നാടുകളിലും പല ജീവിത ശൈലിയാണ് എന്റെ സാർ ബിഫോർ ഇതിൽ നിന്നുണ്ടായ ഒരു ആഫ്റ്റർ. ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാം. വെരി ഗുഡ്. അപ്പോ ഇപ്പൊ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കമ്മ്യൂണിറ്റിന്റെ കണ്ണ് പോയാലാണ് കണ്ണിന്റെ വില അറിയുക. ഇപ്പൊ ഇപ്പോൾ യാത്രകൾ ചെയ്യും, പുറത്തൊക്കെ പോകുന്ന സമയത്ത് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്
നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ വലിപ്പം അറിയുന്നത് പുറത്തു പോകുന്ന സമയത്താണ്. കാരണം ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പെട്ടെന്ന് ഓടി വരാനും ഇതിന്റെ ഭാഗമാവാനും വ്യഗ്രത കൊള്ളുന്നത് നമ്മൾ പുറത്തു പോകുമ്പോഴാണ്. കാരണം അവിടെയുള്ള ലൈഫ് സ്റ്റൈൽ ഫുള്ള് ട്രാപ്പാണ്. അവിടെ ഭക്ഷണ രീതി ആവട്ടെ, ഈ ലൈഫ് സ്റ്റൈൽ ആവട്ടെ, ജീവിതശൈലി ആവട്ടെ, ഒക്കെ ഫുള്ള് ട്രാപ്പാണ്. നമ്മളെ വീണ്ടും വീണ്ടും ഗുരുതരമായ അപകടത്തിലേക്ക് ആണ് കൊണ്ടു നടക്കുക. എന്നാൽ അതിനെ അതിജയിക്കാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ വലിപ്പം അറിയുകയും ഈ കമ്മ്യൂണിറ്റിയിലേക്ക് പെട്ടെന്ന് ഓടി വരാൻ പറ്റുന്നതും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. എനിവേ, എനിക്ക് ഈ ഒരു അവസരം നൽകിയ എന്റെ പ്രിയപ്പെട്ട കോച്ച് സിയാദ് എൻ സലീമ അവർക്ക് ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതോടുകൂടെ നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റവും നല്ല ഒരു എക്സസൈസിന്റെ, ഞാൻ മുന്നേ എക്സസൈസ് ചെയ്യില്ല, ജിമ്മിൽ പോയിരുന്നു, പക്ഷെ അതൊക്കെ ഒരാഴ്ച 2 ആഴ്ച വെറും അഡ്മിഷൻ എടുത്തിട്ട് തിരിച്ചു വരും. പക്ഷെ കൃത്യമായിട്ട് റൊട്ടീനിലൊരു ഒരു ഹാബിറ്റിലേക്ക് വരാൻ കഴിഞ്ഞത് ഈ ഒരു മോർണിംഗ് മാലയിലൂടെയാണ്. എനിവേ, എന്റെ മുഴുവനായിട്ട് ലൈഫിനെ തന്നെ, ലൈഫ് സ്റ്റൈലിനെ തന്നെ, എന്റെ ഫാമിലി, എന്റെ മക്കളെ ഒരു ന്യൂട്രീഷൻ മക്കളായിട്ട് മാറ്റിയെടുക്കാനും എനിക്ക് കഴിഞ്ഞത് ഈ ഒരു കമ്മ്യൂണിറ്റിയിലൂടെയാണ്. എനിവേ, താങ്ക് യു വെരി മച്ച് സാർ. അടിപൊളി സെഷൻ ആയിരുന്നു. താങ്ക് യു മാത്യൂസ്.